ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അത്തം ദിന ആശംസകൾ. അപ്പോൾ ഇന്ന് അത്തമാണല്ലേ, എല്ലാവരും വീട്ടിൽ പൂക്കളമൊക്കെ ഇട്ട് ഓണത്തെ വരവേൽക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇവിടെ ഗോവയിൽ ഓണമല്ല ആഘോഷിക്കുന്നത്. എന്നാലും ഞങ്ങൾ ഇത്തവണ നാട്ടിൽ പോകാത്തത് കൊണ്ട് ഗോവയിൽ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഓണം വൈബും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംബിയൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓണം ശരിക്ക് തുടങ്ങുന്നത് തന്നെ ചിങ്ങം 1-ന് ഓണം വന്ന പോലെയാണ്. അപ്പോൾ അത്തായ പിന്നെ നമ്മുടെ ഓണം എത്തിയല്ലേ. അപ്പോൾ എന്തായാലും ഇക്കൊല്ലത്തെ ഓണം ഗോവയിലാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗോവയിൽ ഓണം ആഘോഷിക്കാൻ പോണത്. അപ്പോൾ നാട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് മുതൽ ഓണം വരെ നിങ്ങൾക്ക് മുൻപിൽ കുറച്ച് ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തായാലും ഞാൻ തുടങ്ങുന്നത് കാബേജ് തോരനിൽ നിന്നാണ്. കാബേജ് തോരൻ തുടങ്ങാൻ കാരണം, ഞാനൊക്കെ ഓണസദ്യയിൽ ഒരു വിഭവം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ള കാബേജ് തോരനൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങുന്നവരോ അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഓണസദ്യയിൽ ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോ, അതായത് ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കാബേജിൻ്റെ തോരനിൽ നിന്നും തുടങ്ങാം. ഏറ്റവും സിമ്പിളാണല്ലേ ഈ കാബേജ് തോരൻ. ഞാനിവിടെ കാബേജ്, ക്യാരറ്റ്, ബീൻസും ഇട്ടിട്ടാണ് കാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഞാൻ ഇടാത്തത് ക്ലാരിറ്റി കുറവ് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വിനായക ചതുർത്ഥി ആണ് കേട്ടോ മെയിനായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വിനായക ചതുർത്ഥിയുടെ മെയിനായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഒരു ഓണത്തിൻ്റെ ഫീലാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഫെസ്റ്റിവലും. എന്തായാലും അപ്പോൾ കാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാറുള്ളത്, അതാണ് ഞാൻ നിങ്ങൾക്കും കാണിക്കുന്നത്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കാബേജ് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, കാരണം ഇത് ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ചോപ്പറിലിടാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട. ബീൻസ് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ആവുന്നുണ്ട്. മൂന്ന് ബീൻസ് വളരെ കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗോവയിൽ വിനായക ചതുർത്ഥിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കല്ലുവിന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മുതൽ വെക്കേഷനാണ്. 10 days അല്ല, 8 days ആണ് കേട്ടോ. അപ്പോൾ ഓണം നമ്മളെന്താ വെച്ചാൽ ഓണത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റുക ഈ വെക്കേഷനാണ്. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്, റീ ഓപ്പൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടല്ലേ ഓണം. അപ്പോൾ നമുക്ക് ഓണത്തിന് എന്തായാലും അവിടെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വരാതിരുന്നത്. അപ്പോൾ ഒരു ഒറ്റാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഇതാക്കിയിട്ടാണ് എരിയുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് മാറിപ്പോകും. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് എരിയുന്നുണ്ട്. ഇനി നമുക്ക് കൂടി അരിഞ്ഞെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം
ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും കാബേജും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് കൊടുത്തു. ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പില, തേങ്ങ ഇത് രണ്ടും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. മുക്കാൽ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കത് കടുക് പൊട്ടിച്ചിട്ട് വേവിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുത്തിട്ട് കാബേജ് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഗ്യാസ് ഓണാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. നേരത്തെ കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഞാനൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നോട്ടെ. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തോരൻ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഇത് കിട്ടേണ്ടത് നമുക്ക്. നല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അത്ത സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്തായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസവും നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടായിരിക്കും. ഓണസദ്യയുടെ ഓരോരോ വിഭവങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാബേജ് തോരൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും അറിയാത്തവരും ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ക്യാബേജ് തോരൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം.